ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാർ ഒന്ന് കഴുകിയിടുന്നതിനായിട്ട് തീരുമാനിച്ച് അങ്ങനെ കാർ കഴുകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലാക്രോളിൻ്റെ ഷാമ്പു ആണ് കേട്ടോ. ലാക്രോളിൻ്റെ ഷാമ്പുവിൻ്റെ പ്രത്യേകത നല്ല ഷൈനിങ് ഒക്കെ കിട്ടുന്നതാണ്. വണ്ടി കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോളിഷ് ചെയ്ത ആ ഒരു ഫീലിൽ തന്നെ വാഹനം ഒരാഴ്ച വരെ നമുക്ക് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ഷാമ്പു ആണിത്. അപ്പോൾ നമ്മൾ വാഹനം കഴുകുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് 5 രൂപയുടെ പാക്കറ്റാണ്. നമുക്ക് വലിയ ബോട്ടിലൊക്കെ വാങ്ങാനും കിട്ടും. വാങ്ങിച്ചു വെച്ചാലും ഒരു നഷ്ടമില്ല. നല്ല ഷാമ്പു ആണ്. ഞാൻ കുറേ കാലം കൊണ്ട് ഉപയോഗിക്കുന്ന ഷാമ്പു ആണ്. വണ്ടിയുടെ കളറിനൊന്നും ഫെയ്ഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നല്ല ഷാമ്പു ആണ് കേട്ടോ. കമ്പനി സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം 1-2 മഴയൊക്കെ കഴിഞ്ഞ് ഇതുവരെ കഴുകിയില്ല. അപ്പോൾ മൊത്തത്തിൽ ചെളിയായിട്ടിരിക്കുകയാണ്. അതൊന്ന് കഴുകിയിടാന്ന് വിചാരിച്ചു. സർവീസൊക്കെ കഴിഞ്ഞ ശേഷം ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകുന്നത് നല്ലതായിരിക്കും. കമ്പനി സർവീസിനെ മാത്രം ആശ്രയിച്ച് ഒരിക്കലും ഇരിക്കരുത്. വാഹനം നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വണ്ടി നന്നായി കഴുകിയതിന് ശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചിടുക. ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം മാത്രമേ ഒതുക്കിയിടുന്ന വണ്ടികളാണെങ്കിൽ ഒതുക്കിയിടാവൂ. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് എഞ്ചിൻ ചൂടാക്കിയതിന് ശേഷം ഓഫ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ഇതിൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാം. ഇത് ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പുറത്ത് സർവീസിന് കൊടുക്കാത്തവർ വാഹനങ്ങൾ നന്നായിട്ട് സ്വന്തമായിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ട്രൈംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ.